WYD 2019 പാനമ കാഴ്ചയും കാഴ്ചപ്പാടുകളും എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മുതൽ 2019 വരെ 8 വേൾഡ് യൂത്ത് ഡേയുടെ ഭാഗമായ മിസ്റ്റർ മനോജ് സണ്ണിയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് കൂടെയുള്ളത്. മനോജ് സണ്ണി ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ഊർജ്ജസ്വലനും കർമ്മനിരതനുമായ ആത്മായ മിഷണറി. അനേകം വർഷങ്ങളായി യുവജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ജീസസ് യൂത്ത് മൂവ്മെന്റിന്റെ സ്വന്തം മനോജേട്ടൻ. യുവജനങ്ങൾക്കായി 900-ലധികം പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള അദ്ദേഹം അതിനായി 48-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ എഞ്ചിനീയറായി ജോലി നോക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യ പ്രൊഫസർ ഡോക്ടർ ബീന മനോജ്, മക്കൾ ജോയൽ, മാരിയോ. ജീസസ് യൂത്ത് മൂവ്മെന്റിന്റെ ആദ്യ ദേശീയ അന്തർദേശീയ കോർഡിനേറ്ററായ മനോജേട്ടൻ സഭയുടെ അനവധി പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചു പോരുന്നു. വെൽക്കം മനോജേട്ട. താങ്ക് യു ഷെജി. 8 വേൾഡ് യൂത്ത് ഡേ ഇൻ 19 years, ദാറ്റ് ഹാസ് ബീൻ എ ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് അല്ലേ? ഒരു യൂത്ത് ആനിമേഷൻ ലീഡർ എന്ന നിലയിൽ അത് തരുന്ന എക്സ്പോഷറും ഒക്കെ ദാറ്റ് വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ്. യൂത്തായിട്ട് തുടങ്ങി ഒരു യൂത്ത് ആനിമേറ്ററെന്നോ യൂത്ത് മെൻറ്ററെന്നൊക്കെ രീതിയിൽ കൂടെയുള്ള യാത്രയും കൂടിയായിരുന്നു. 8 വേൾഡ് യൂത്ത് ഡേസ് ഏതൊക്കെയായിരുന്നു എന്ന് പറയാമോ? ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തത് റോമിലെ വേൾഡ് യൂത്ത് ഡേ ആണ്. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ ഗ്രേറ്റ് ജൂബിലി 10 വർഷത്തെ ഒരുക്കത്തിന് അവസാനമായിട്ടുള്ള ഏറ്റവും വലിയ ഇവൻ്റ് ആയിരുന്നു. 2 മില്യൺ 20 ലക്ഷം ആളുകളാണെന്ന് റോമിൽ യുവജനങ്ങൾ ഒന്നിച്ച് വന്നത്. അവിടെ ആ തുടക്കം അതായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നത്. അത് കഴിഞ്ഞ് കാനഡ ടൊറോൻറ്റോയിൽ നടന്ന വേൾഡ് യൂത്ത് ഡേ. അത് കഴിഞ്ഞ് കൊളോണിൽ അവിടെ പോപ്പ് ബെനഡിക്റ്റിൻ്റെ ആദ്യത്തെ വേൾഡ് യൂത്ത് ഡേ. ആ സമയത്ത് തന്നെ ആ വേൾഡ് യൂത്ത് ഡേയുടെ ഒപ്പം തന്നെ മറക്കാനാവാത്ത ഒന്നാണ് തെയ്സയിലെ ബ്രദർ റോജർ ആ സമയത്താണ് കുത്തേറ്റ് മരിക്കുന്നത്. വേൾഡ് യൂത്ത് ഡേയുടെ സമയത്തായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് നേരെ ഫ്രാൻസിൽ ബ്രദർ റോജറിൻ്റെ ഫ്യൂണറലിനാണ് പോയത്. ശവമടക്കിന് വേണ്ടിയാണ് പോവുകയും ചെയ്തത്. 2005, 2008 സിഡ്നി ഓസ്ട്രേലിയ വേൾഡ് യൂത്ത് ഡേ. 2011 മാഡ്രിഡ് വേൾഡ് യൂത്ത് ഡേ. അത് കഴിഞ്ഞ് ബ്രസീലിലെ റിയോ വേൾഡ് യൂത്ത് ഡേ. അത് കഴിഞ്ഞ് പോളണ്ട് ക്രാക്കോവിലുണ്ടായിരുന്ന വേൾഡ് യൂത്ത് ഡേ. അത് കഴിഞ്ഞത് പാനമ. ഞാനൊരു കമ്പാരിസൺ അല്ല ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ഈ ഓർഗനൈസിങ്ങിൽ ഏറ്റവും ദ ബെസ്റ്റ് വേൾഡ് യൂത്ത് ഡേ എന്ന് പറയപ്പെടുന്നത് ഏതായിരിക്കും? അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്.
ഇപ്പം ഞാൻ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും വലുത് 20 ലക്ഷം വന്ന റോമിലെ വേൾഡ് യുദ്ധയാണ്. മാത്രമല്ല റോം എല്ലാ രീതിയിലും അങ്ങനത്തെ വലിയ ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്ത് പരിചയമുള്ളൊരു സിറ്റിയാണ്. അപ്പം നാച്ചുറലി അവർക്ക് 20 ലക്ഷമൊന്നും വലിയ നമ്പറല്ല. അവിടെ വലിയ പൈപ്പൽ ഇവൻറ്റ്സ് കണ്ടിന്യൂസ്ലി നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ നമ്പർ അല്ലാത്തതുകൊണ്ടും പിന്നെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് 2000 തന്നെയാണ്. ഇയർ 2000 ആണ്. ആൻഡ് ജോൺ പോൾ II ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ വരുമ്പം അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരായിട്ടാണ് ജോൺ പോൾ II മാർപ്പാപ്പ യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്തത്. ഇന്ന് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു അഡ്രസ്സ് നടക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള ടോട്ടൽ ഒരു വേൾഡ് യൂത്ത് ഡേയുടെ കോൺസെപ്റ്റിനെ പൊളിച്ചെഴുതിയതായിരുന്നു ഞാൻ ആദ്യമായിട്ടൊരു വേൾഡ് യൂത്തിനെ അറ്റൻഡ് ചെയ്തപ്പോൾ. ഇവരുടെ ഡാൻസും പാട്ടും ഒക്കെയാണല്ലോ നമ്മൾ കൂടുതൽ വീഡിയോസിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ അകത്തൊരു ആത്മീയ ആഴം എവിടെയാണ് എന്ന് ഞാൻ ആലോചിക്കുകയും ഞാൻ അതിനെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ചെന്ന് അവരെ കണ്ടപ്പോഴാണ് മനസ്സിലായ ഒരുപാട് പേര് ഇതൊരു പിൽഗ്രിമേജ് ആയിട്ട് കാണുന്നു, വർഷങ്ങളായിട്ട് അതിനുവേണ്ടി ഒരുങ്ങുന്നു. അങ്ങനെയുള്ള ഒരു ഏരിയാസിനെ കുറിച്ച് ചേട്ടനൊന്ന് പറയാമോ? ഷജിൻ പറഞ്ഞതുപോലെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യുവജനങ്ങൾ ഒന്നിച്ചു വരുന്നതിൻ്റെ ഒരു ആഘോഷം, അതിൻ്റെ ഏറ്റവും മനോഹാരിതയിൽ എനിക്ക് തോന്നുന്നു ലോകത്തൊരിടത്തും മറ്റൊരു ഇവൻറ്റിനും ഇങ്ങനത്തെ ആഘോഷം കാണില്ല. കാരണം 150 കൂടുതൽ രാജ്യങ്ങൾ, വിവിധ ഭാഷ, സംസ്കാരം, ആൻഡ് ഈ ഒരു ഏജ് വരുന്ന ഒന്നിച്ച്. ആൻഡ് അതിനൊരു റീസണും ഉണ്ട്. റീസൺ എന്താണ്? ഒരു റിസൺ ക്രൈസ്റ്റാണ്, അല്ലെ ജീവിക്കുന്ന ദൈവമാണ്, ഉദ്ധിതനായ ക്രിസ്തുവാണ്. അപ്പോൾ നാച്ചുറലി അതിനൊരു ജോയ് ഉണ്ട്, സെലിബ്രേഷനുണ്ട്. പക്ഷെ അതൊരു സൈഡ് മാത്രമാണ്. ഞാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പം പാനമ വെച്ച് US എന്നൊരു അച്ഛനെ ഞാൻ കണ്ടു. അച്ഛന് നേരത്തെ പാനമ വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ വർക്ക് ചെയ്തിരുന്നത് അവിടുത്തെ സീക്രട്ട് സർവീസിൻ്റെ പാർട്ടായിട്ടുണ്ട്. US ഇൻ്റലിജൻസിൻ്റെ പാർട്ടായിട്ട് വർഷങ്ങൾ വർക്ക് ചെയ്ത് ഒരു വേൾഡ് യൂത്ത് ഡേ അറ്റൻഡ് ചെയ്തു. അവിടെ വെച്ച് നൈറ്റ് വിജിലിൻ്റെ സമയത്ത് അച്ഛനൊരു കൺവേർഷൻ എക്സ്പീരിയൻസ് ഉണ്ടായി. അച്ഛൻ ജോലി വിട്ട് mid-30s ഈ ജോയിൻ്റ് സെമിനാരി ഇപ്പം പ്രീസ്റ്റായിട്ട് സെർവ് ചെയ്യുക. എനിക്ക് ഇങ്ങനത്തെ ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഒക്കേഷൻസ് ഉണ്ടാകുന്നത് വേൾഡ് യൂത്ത് ഡേയുടെ സമയത്താണ് സഭയിൽ. അതും റാഡിക്കൽ എന്താ പറയുക കൺവേർഷൻസും ഒക്കേഷൻ തിരിച്ചറിയുന്ന സമയമാണ്. അതൊരു സെലിബ്രേഷൻ മാത്രമാണ്, ഒരിക്കലും നടക്കുകയില്ല. ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്കൊക്കെ എണീക്കുമ്പോൾ യുവജനങ്ങൾ വെറും പുല്ലും പുറത്ത് മുട്ടുകുത്തി നിന്ന് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ കേരളത്തിൽ അതിന് മാത്രം അത് കണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒത്തിരി വർഷമായിട്ട് ഒരു 10-30 വർഷത്തിൽ കൂടുതലായി ഞാനൊരു യൂത്ത് മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ യൂത്തിനോടൊപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ്. അങ്ങനെ ഒന്നും എന്താ പറയുക റോസറി ചെല്ലുന്ന ഞങ്ങൾ കാണുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞത് ഇന്ത്യൻസ് അല്ല, ഞാൻ പറഞ്ഞത് ഓരോ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവിടുത്തെ യുവജനങ്ങളാണ്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും സഭയെ പറ്റി എപ്പോഴും അഭിമാനവും ആൻഡ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള പ്രതീക്ഷ വരുന്ന അവിടെ തന്നെയാണ്. അല്ല, ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞത് തന്നെയാണല്ലോ, നിങ്ങളാണ് സഭ, നിങ്ങളിലാണ് സഭയുടെ പ്രതീക്ഷ മുഴുവൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, നിങ്ങളുടെ ചുളിവ് വീഴാത്ത മുഖത്ത് സഭയുടെ യൗവനം പ്രതിഫലിക്കുന്ന പറഞ്ഞത്. അത് വേൾഡ് യൂത്ത് ഡേ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഇതാണ്. ഒരു സൈഡാണ് സെലിബ്രേഷൻ. എല്ലാ വേൾഡ് യൂത്ത് ഡേയുടെയും പ്രോഗ്രാം പാറ്റേൺ സെയിം ആണോ? ഒരിക്കലും വ്യത്യാസം വന്നിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന ആദ്യത്തെ ഒരു 2-3 വേൾഡ് യൂത്ത് ഡേ കഴിച്ചപ്പം മുതൽ നമുക്ക് കാണാപ്പാടറിയാം എങ്ങനെയാണ് നടക്കുന്നുള്ള. സ്കെഡ്യൂൾ എപ്പോഴും ഒരുപോലെയാണ്. അവർക്ക് എപ്പോഴും വേൾഡ് യൂത്ത് ഡേക്ക് തൊട്ട് 2 പാർട്ടുണ്ട്. ഒന്ന് വേൾഡ് യൂത്ത് ഡേ തൊട്ട് മുമ്പ് ഒരു മിഷണറി വീക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് നമ്മൾ ആ വേൾഡ് യൂത്ത് ഡേ ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ആ രൂപത ഒഴിച്ച് മറ്റു രൂപതകളിലേക്ക്, ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പിൽഗ്രിംസ് യങ്സ്റ്റേഴ്സ് പോകുന്നു. അവിടെ ഒരു 5 ദിവസം വരെ താമസിക്കും, വീടുകളിൽ താമസിക്കും. അത് കൂടുതൽ അവരുടെ കൾച്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്, ഒന്നിച്ചു വരവുകളുണ്ട്. ആ രൂപതയിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർ ഇൻവോൾവ് ആവും. എന്നിട്ട് ഇവരെല്ലാം കൂടി വേൾഡ് യൂത്ത് ഡേ നടക്കുന്ന രൂപതയിലേക്ക്, ആ സ്ഥലത്തേക്ക് വരിക ചെയ്യുന്നത്. പിന്നെയുള്ള ഇവൻ്റ് എപ്പോഴും സെയിം ആണ്. എപ്പോഴും ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം ആയിരിക്കും. ചൊവ്വാഴ്ച നമ്മൾ ഈവനിങ് അവിടെ ലോക്കൽ ബിഷപ്പ് ആരാണോ അദ്ദേഹം, ആ പിതാവ് സെലിബ്രേറ്റ് ചെയ്യുന്ന വിശുദ്ധ കുർബാനയോട് കൂടി ആരംഭിക്കുന്നു. പിന്നെ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 3 ദിവസം രാവിലെ മുതൽ ഉച്ച വരെയാണ് നമ്മൾ പറഞ്ഞ വേദോപദേശം നടക്കുന്ന ഓരോ പിതാക്കന്മാർ. അത് ഓരോരോ ചെറിയ ചെറിയ ഇടവകളിലായിരിക്കും നടക്കുന്നത്. ഇടവകളിലെ വലിയ ഹോളുകളിലൊക്കെ ആയിരിക്കും നടക്കുന്നത്. അത് ഓരോരോ ഗ്രൂപ്പുകൾ ആനിമേറ്റ് ചെയ്യും. GC യൂത്ത് കഴിഞ്ഞ 6-7 വേൾഡ് യൂത്ത് ഡേ ആയിട്ട് നമ്മൾ കാറ്റഗിസ് സെൻറ്ററുകൾ നമ്മൾ ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഹോളിസി പറഞ്ഞിട്ട് നമ്മൾ ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഡാൻസ് എക്സിബിഷൻസ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. വ്യാഴാഴ്ചയാണ് എപ്പോഴും ഒരു പേപ്പൽ വെൽക്കം ഉള്ള, പരിശുദ്ധാവിനെ വെൽക്കം ചെയ്യുന്ന സെറിമണി, ഒരു കോമൺ അഡ്രസ്സും ഉണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം. വെള്ളിയാഴ്ച ദിവസങ്ങൾ എപ്പോഴും വിയാ സാക്രയാണ്, കുരിശിൻ്റെ വഴിയുടെ ദിവസമാണ്. അന്നാണ് പ്രധാനമായിട്ട് കൺഫെഷൻസ് എൻകറേജ് ചെയ്യുന്നത്.
അതാണേലും 10,000 കൂടുതൽ, 3000 ആയിരിക്കില്ല, അതിലും വളരെ കൂടുതലായിരിക്കില്ല. അച്ഛന്മാർ സിറ്റിയുടെ എല്ലാ ഭാഗത്തും ഒരു കോമൺ സ്ഥലം ഉണ്ടാകും, പക്ഷേ എല്ലാ ഇടവകളിലും എല്ലായിടത്തും അച്ഛന്മാർ അവൈലബിൾ ആയിരിക്കും. അന്ന് കൺഫെഷൻ്റെ ഡേ ആണ്, സാറ്റർഡേ ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും, സാറ്റർഡേ സൺഡേ ലാസ്റ്റ് 2 ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. സാറ്റർഡേ ഒരു പിൽഗ്രിമേജിൻ്റെ ഡേ ആണ്, അതായത് എല്ലാവരും നടക്കണം എന്നുള്ളതാണത്. എന്തെങ്കിലും സാധ്യതയുള്ള ആളുകൾ എല്ലാവരും ഏറ്റവും കുറഞ്ഞ ഒരു 6-7 കിലോമീറ്റർ മുതൽ ഒരു 20-25 കിലോമീറ്ററൊക്കെ നടക്കുന്നത്. അത് മിക്കവാറും സിറ്റിക്ക് പുറത്തുള്ള ഒരു വലിയ മൈതാനമായിരിക്കും എപ്പോഴും വിജിലിന് വേണ്ടി ഒരുക്കുന്നത്. അത് ഇപ്പം പാനമയിലാണേലും 9 ലക്ഷം 10 ലക്ഷം ആൾക്കാരാണ് അവിടെ വന്നത്. അപ്പം അത്രയും മുതൽ അത് 30 ലക്ഷം 35 ലക്ഷം ഒക്കെ വരെ പോയ സ്ഥലങ്ങളുണ്ട്. ഫിലിപ്പീൻസിൽ മാനിലയിലും നടന്നപ്പം 35 ലക്ഷം ആളുകളാണ് ആ വിജിലിന് ഒന്നിച്ച് വന്നത്. അപ്പം ആ ഒരു വാക്ക് ഒരു പിൽഗ്രിമേജ് ആയിട്ടാണ്, അത് നമ്മുടെ ഈ ജീവിതം തന്നെ തീർത്ഥാടനമാണെന്നും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനുള്ള ആ ഒരു യാത്രയെ അനുസ്മരിപ്പിക്കുന്ന യാത്രയാണത്. അപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞെത്തുന്നു, വൈകുന്നേരം പരിശുദ്ധപിതാവിനോടൊപ്പം ഒരു വിജിൽ സമയമുണ്ട്. എന്നിട്ട് യുവജനങ്ങൾ ആ ഗ്രൗണ്ടിൽ തന്നെ കിടന്നുറങ്ങുന്നു. രാവിലെ പരിശുദ്ധപിതാവിൻ്റെ വിശുദ്ധ കുർബാനയോട് കൂടിയാണ് വിശുദ്ധ കുർബാനയും മെസ്സേജും കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. ഇതാണ് വേൾഡ് യൂത്ത് എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ എന്തുമാത്രം വലിയൊരു, അതെല്ലാം ഉണ്ട്, ഭയങ്കര ആഘോഷമുണ്ട്, വളരെ ആഴത്തിലുള്ള ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു എക്സ്പ്രഷനുണ്ട്, സഭയുടെ എല്ലാ റിച്ച്നെസ്സും സമ്പന്നതയുടെയും ഒരു ഏറ്റവും മനോഹരമായൊരു മുഖമുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന വേൾഡ് യൂത്ത് എന്ന് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ആദ്യമായിട്ട് വരുന്ന പലരും ഈ ഒരു പിൽഗ്രിമേജ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അതിൻ്റെ അർത്ഥം ഇതൊട്ടും പെരിഫറലല്ല, അവരുടെ ഉള്ളിലേക്ക് ഇതൊരു കാഴ്ചകൾക്കൊക്കെ അപ്പുറത്ത് കുറേ കാഴ്ചപ്പാടുകൾ ക്രിയേറ്റഡ് ആവുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും. ചേട്ടൻ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാമോ? അല്ല, ഞങ്ങളന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2002 കാനഡയിൽ വേൾഡ് യൂത്ത് ഡേ വന്ന സമയത്ത് വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത്രയും പൈസയും മുടക്കി ഇങ്ങനെ പോകുന്നത് വെറുത്താണോ, അല്ലെങ്കിൽ ഇത് പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പോരെ? നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ കല്യാണത്തിന് ഉപയോഗിക്കാൻ വയ്യ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വയ്യ എന്നുള്ളത്. അപ്പം പക്ഷെ നമുക്ക് രണ്ടുണ്ട്. ഒന്ന്, സഭ ഇത് യുവജനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. യുവജനങ്ങൾ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും അല്ലെങ്കിൽ യൂറോപ്പിലും മാത്രമല്ല ഉള്ളത്. സഭ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ പരിശുദ്ധപിതാവ് അത്ര ശക്തമായിട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്, ഒന്നാമത്തെ കാര്യം. 2, ഞങ്ങളുടെ തന്നെ വ്യക്തിപരമായ അനുഭവമാണ്. ഞങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സഭയെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, ഞങ്ങൾക്ക് സഭയോടുള്ളൊരു സ്നേഹം, ബിലോങ്ങിങ്, ഇതെല്ലാം മാറിയ ഒരവസരമായിരുന്നു. ഒരു കാരണവശാലും നമുക്ക് മറ്റെന്ത് ചെയ്തിരുന്നാലും ഇതിന് പാരലായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലോക്കലി നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് സഭ മുഴുവൻ ഒന്നിച്ചു വരിക പരിശുദ്ധപിതാവിനോടൊപ്പം തന്നെ. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണ്ടുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ എൻകറേജ് ചെയ്തു. 2 വർഷം മുമ്പ് പൈസ സേവ് ചെയ്ത് തുടങ്ങാനായിട്ട്. ഒരാൾക്കും അന്നേരം വിചാരിച്ചാൽ പൈസ ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റുന്നവരൊന്നും നമ്മുടെ സമൂഹത്തിലില്ല, അല്ലെങ്കിൽ ജിസ്യൂത്തിലില്ല. അങ്ങനത്തെ റിച്ച് ആൾക്കാരെന്നുള്ള നമ്മൾ സാധാരണ ആൾക്കാരാണ്. പക്ഷേ 2-3 വർഷം പിള്ളേർ സേവ് ചെയ്യാൻ തുടങ്ങി, പലരോട് അല്ലെ അവരുടെ റിലേറ്റീവ്സൊക്കെ ചെറുതായിട്ട് സഹായിച്ചു. അങ്ങനെയാണ് എല്ലാവരും പോയത്. എനിക്കറിയാം, ആദ്യത്തെ പല പ്രാവശ്യങ്ങളിലും ഒത്തിരി പേര് ബാങ്ക് ലോൺ എടുത്തു, ചെറിയൊരു ബാങ്ക് ലോൺ എടുത്തു, എന്നിട്ട് 1-2 വർഷം കൊണ്ട് അടച്ചു തീർത്തു. പക്ഷേ ഒരാൾ പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആ പോയത് ആ പൈസ വേസ്റ്റ് ആയിരുന്നെന്നോ ആ പൈസ അതുകൊണ്ട് ഗുണമുണ്ടായില്ലെന്ന് പറഞ്ഞ് ഒരാളെ പോലും കേട്ടിട്ടില്ല. ഇവരെല്ലാവരും പറഞ്ഞത് എനിക്ക് ഒന്നുകൂടെ വരാൻ പറ്റുന്നൊരു സമയത്ത് തീർച്ചയായിട്ടും ഞാൻ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ മനോജേട്ടൻ ഒരുപാട് വേൾഡ് യൂത്ത് ഡേയുടെ ഭാഗമായിരുന്നു, ചില വേൾഡ് യൂത്ത് ഡേകളുടെ ഓർഗനൈസിങ് ആ ഒരു ടീമിൻ്റെ കൺസൾട്ടൻ്റായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഈ പാനമയിലാണ് വാറ്റിക്കൻ ഇതിപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഡൈക്കാസ്ട്രി ഒരു തിരുസംഘം പരിശുദ്ധപിതാവ് വെച്ചിരിക്കുന്നത്, അത് ലൈറ്റി ഫാമിലി ആൻഡ് ലൈഫാണ്. ഇത് 3 ഒന്നിച്ചാണ് ഇപ്പോൾ ഡൈക്കാസ്ട്രി. നേരത്തെ അൽമായർക്ക് വേണ്ടി മാത്രമുള്ള ഒന്നായിരുന്നു, ഇത് 3 ഒന്നിച്ച് വന്നിപ്പം അവരാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അവർ പ്രാവശ്യം ഈ കഴിഞ്ഞ വേൾഡ് യൂത്ത് ഡേക്ക് ശേഷം, പോളണ്ടിലെ വേൾഡ് യൂത്ത് ഡേക്ക് ശേഷം അവരൊരു ചെറിയ കൺസൾട്ടിങ് ടീമിനെ ഫോം ചെയ്തു. ഞങ്ങൾ 13 പേരെങ്ങാണ്ടുള്ള അതിനകത്ത്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട്. ഞങ്ങൾ 2 പേരാണ് ഒരു മൂവ്മെൻറ്റ്സിൽ നിന്നുള്ള, ഞാനും മറ്റൊരാളുമാണ് മൂവ്മെൻറ്റ്സിൽ നിന്നുള്ളത്. ബാക്കി 11 പേരും വലിയ ബിഷപ്സ് കോൺഫറൻസ്, എനിക്കൊന്ന് US അങ്ങനെയുള്ള വലിയ ബിഷപ്സ് കോൺഫറൻസുകളുടെ റെപ്രസെൻറ്റേറ്റീവാണുള്ളത്. ഞങ്ങളങ്ങനെ ഒരു 13 പേരാണ് ടീമിലുള്ളത്. പ്രധാന ഉദ്ദേശം ഞങ്ങളെല്ലാവരും തന്നെ കുറേ വർഷങ്ങളായിട്ട് വേൾഡ് യൂത്ത് ഡേയ്സിൽ പങ്കെടുക്കുകയും പല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ
അപ്പം ഞങ്ങളുടെ റെഫറൻസ് പുതിയൊരെണ്ണം ഓർഗനൈസ് ചെയ്യുമ്പം കഴിഞ്ഞതിൽ നിന്നുള്ള പാഠങ്ങൾ പുതിയവർക്ക് സഹായമാകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ റെഗുലർ കമ്മ്യൂണിക്കേഷനും മീറ്റിംഗ്സും ഈ പാനമേൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരു പാർട്ടിസിപ്പേറ്റിംഗ് എൻഡിൽ നിന്നും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു തലത്തിൽ വേൾഡ് യൂത്തിനെ കാണാനും ഞങ്ങൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മനോജ്, എനിക്ക് മാത്രമല്ല മനോജിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, വേറെ ചിലർക്കും കൂടി ചേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഔട്ട് ഓഫ് ദ സ്ക്രീൻ. ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, എന്നാണ് വേൾഡ് യൂത്ത് ഡേ ആദ്യമായിട്ട് ആരംഭിച്ചത്? ഈ ഒരു വേൾഡ് യൂത്ത് ഡേ മുന്നോട്ട് വയ്ക്കുമ്പോൾ സഭയ്ക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്താണ്? ഈ ഒരു വേൾഡ് യൂത്ത് ഡേയുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ എല്ലാ യുവജനങ്ങളിലേക്കും ഇന്ന് എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തേത് ഇതിനൊരു ഒഫീഷ്യൽ റെക്കോർഡ് ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ഇത് ജോൺ പോൾ II പല പ്രാവശ്യം ഷെയർ ചെയ്ത് കേട്ടിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് കേട്ടതാണ് ഞങ്ങൾ. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒരു പ്രാവശ്യം ഷെയർ ചെയ്യാൻ കേട്ടിട്ടുണ്ട്. 85 ഒഫീഷ്യലി വേൾഡ് യൂത്ത് ഡേ ആരംഭിക്കുന്നത്. 1985 UN ഇയർ ഓഫ് യൂത്ത് ആയിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ആദ്യത്തെ വേൾഡ് യൂത്ത് ഡേ പരിസ്ഥിതി ജോൺ പോൾ II മാർപ്പാപ്പ അന്ന് അനൗൺസ് ചെയ്യുന്നത്. അതിനൊരു ഇൻസ്പിറേഷൻ പ്രധാനമായിട്ട് പറയുന്നത്, അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രദർ റോജർ തെയ്സയിൽ യൂറോപ്യൻ ഗ്യാതറിങ്സ് ഓർഗനൈസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും തെയ്സയുടെ എല്ലാ വർഷമുള്ള യൂറോപ്യൻ ഗ്യാതറിങ്സിലൊരു 60,000, 70,000, 80,000 യൂത്ത് യൂറോപ്പിൽ നിന്ന് മാത്രം വരുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും വരുന്നുണ്ട്. അത് ഇപ്പോഴും എല്ലാ വർഷവും നടക്കുന്നതാണ്. ഇപ്പോഴും ഒരു 60,000-നും 80,000-നും ഇടയ്ക്ക് യൂത്ത് യൂറോപ്പിൽ നിന്ന് വരുമെന്ന് പറയുമ്പോഴും ചിലപ്പോഴും നമ്മൾ യൂറോപ്പിലെ സഭയെ പറ്റി നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ നമ്പറുകൾ പറയുന്നത്. അത് അവിടെ ഇപ്പോഴും നടക്കുന്ന. പക്ഷേ ബ്രദർ റോജർ പരിസ്ഥിതി ജോൺ പോൾ II മാർപ്പാപ്പയുടെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ ഇതാണ് പ്രചോദനമായെന്ന് പറയുന്നത് ഇങ്ങനൊരു വലിയ ഇവൻറ്റ് നടക്കാനായിട്ട്. സോ 85 മുതൽ എല്ലാ വർഷവും ഓശാന ഞായറാഴ്ചയാണ് വേൾഡ് യൂത്ത് ഡേ ആയിട്ട് ഒഫീഷ്യലി സഭ അനൗൺസ് ചെയ്യുന്നത്. ഓരോ വർഷത്തേക്ക് ഓരോ തീമുണ്ട്. അതനുബന്ധിച്ച് പരിസ്ഥിതിപിതാവ് ഒരു ചെറിയ എന്താ പറയുക അഡ്രസ്സ്, ഒരു റിഫ്ലക്ഷനും ഒക്കെ കൂടെ ആയിട്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടി എല്ലാ വർഷവും എഴുതും. ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിക്കുന്നത് യുവജനങ്ങൾ ഒന്നിച്ചു വരുന്നു, അവരുടെ ഫെയ്ത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു, ചിലരെങ്കിലും അവരുടെ ഫെയ്ത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഒരു റീഡിസ്കവർ ചെയ്യുന്നു, ചിലരെങ്കിലും ഫെയ്ത്തുമായിട്ടുള്ളൊരു ഫസ്റ്റ് എൻകൗണ്ടർ നടക്കുന്നു, അല്ലെങ്കിൽ ചിലരെങ്കിലും നീ വിചാരിക്കണം ഒരു പ്രതീക്ഷയില്ലാണ്ട് വന്നിട്ട് ദൈവം അവരെ എൻകൗണ്ടർ ചെയ്യാനായിട്ടൊരു ഓപ്പൺനെസ് എങ്കിലും കാണിക്കുന്നു. അവിടെ എക്സ്പീരിയൻസ് ആൻഡ് എൻകൗണ്ടർ, എന്താ പറയുക, അങ്ങനത്തെ ഒരു എൻകൗണ്ടർ അവർക്കുണ്ടാകുന്നു. മറ്റുള്ളവരുടെ ഫെയ്ത്ത് ഇവരെ ചലഞ്ച് ചെയ്യുന്നു. അവിടെ ഒത്തിരി ആൾക്കാർ അവരുടെ ഒക്കേഷനെ പറ്റിയും എക്സിസ്റ്റൻസിനെ പറ്റിയും എന്തിനെ എങ്ങോട്ടെന്നൊക്കെ ഉള്ളൊരു മീനിങ്ങും ഒക്കെ കാണുന്നത് ഒരു സമയമായിട്ട് മാറുന്നു. ഞാൻ വിചാരിക്കുന്നത് സഭയുടെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ, വിസിബിൾ, വൈബ്രൻറ്റ്, റിച്ച് ഒരു ഫേസാണ് വേൾഡ് യൂത്ത് എന്ന് പറയുന്നത്. വേൾഡ് യൂത്തിൻ്റെ സ്പിരിറ്റ് എല്ലായിടത്തും എത്തുക. നമ്മുടെ ഒരു ചെറിയ സഭയല്ല, ലോകം ഇത്രയും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ പല രീതിയിൽ കൂടി അത് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. മിക്കവാറും മൂവ്മെൻറ്റ്സ്, ബിഷപ്സ് കോൺഫറൻസസും ഒക്കെ പല രാജ്യങ്ങളിലും ഈ വേൾഡ് യൂത്തിലേക്ക് ശേഷം ആ രാജ്യത്തിൻ്റെ തന്നെ ഒരു വേൾഡ് യൂത്ത് ഡേ അവർ നടത്താറുണ്ട്. ആ രാജ്യത്തിൻ്റെ ഒരു യൂത്ത് ഡേ അവർ ചെയ്യും. വേൾഡ് യൂത്തിൻ്റെ സെയിം തീം എടുത്തുകൊണ്ട്, സെയിം റിഫ്ലക്ഷൻസ് വെച്ചുകൊണ്ട് ആ രാജ്യത്തിൽ നിന്ന് യങ്സ്റ്റേഴ്സിനെ കൂട്ടിക്കൊണ്ട് ചെയ്യും. കാരണം അതിന് ചെറിയ ശതമാനം ആൾക്കാരേ ഉള്ളൂ അവിടെ എത്താൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ പോപ്പുലേഷനിൽ 50% കൂടുതൽ യൂത്ത് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാമല്ലോ, നമുക്ക് ടോട്ടൽ ചേർച്ചിൽ എന്തുമാത്രം മെമ്പേഴ്സ് ഓഫ് യൂത്ത് ഉണ്ടെന്നുള്ളത്. അപ്പം ഒരു ചെറിയ പെർസെൻറ്റേജ് എത്തുന്നു. പക്ഷേ പല രാജ്യങ്ങളിലും അങ്ങനെ ഒരു സ്റ്റെപ്പ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പം അതും പ്രധാന ഉദ്ദേശം അതാണ്, ആ വേൾഡ് യൂത്ത് ഡേയുടെ ഒരു സ്പിരിറ്റ് എല്ലാ യുവജനങ്ങളിലും പറ്റുന്ന അത്ര യുവജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മനോജേട്ടാ, ഇപ്പോൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ജീസസ് യൂത്തിൻ്റെ പ്രസൻസ് ഈസ് ദെയർ ഓൾമോസ്റ്റ് ഇൻ മെനി കൺട്രീസ്. ഇപ്പോൾ ഒരു വേൾഡ് യൂത്ത് ഡേ പോലൊരു ഇവൻറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ എങ്ങനെയുള്ളൊരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആയിരിക്കും വേൾഡ് യൂത്ത് ഡേ പോലൊരു ഇവൻറ്റിലേക്ക് ശരിക്കും ജീസസ് യൂത്ത് ചെയ്യുന്നത്? നമ്മൾ ശരിക്കും നമ്പർ നോക്കിയാൽ കുറവാണ്. അപ്പോൾ വേൾഡ് യൂത്തിലേക്ക് വരുന്ന പല വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ട്. യൂറോപ്യൻ മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് ചിലപ്പം 50,000, 60,000 ആൾക്കാരെ കൊണ്ടുവരുന്ന മൂവ്മെൻറ്റ്സ് വരെയുണ്ട്. ജീസസ് യൂത്ത് നമ്പർ കുറവാണെങ്കിലും ഇന്നും നമ്മളെ സഭ വളരെ കൗണ്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, നമുക്കൊരു വളരെ വിസിബിൾ പ്രസൻസ് വേൾഡ് യൂത്ത് ഡേ ഉണ്ടായിട്ടുണ്ട്. തുടക്കം തീർച്ചയായിട്ടും ബാൻഡുകളായിരുന്നു. റെക്സ് ബാൻഡുകൾ തുടങ്ങി 2002 മുതൽ 6 വേൾഡ് യൂത്ത് ഡേകളിൽ നമ്മൾ 1000 ഒഴിച്ചാൽ 5 മെയിൻ സ്റ്റേജിൽ പരിസ്ഥിതിപിതാവ് വരുന്ന സ്റ്റേജിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ടുള്ള വലിയ ബ്ലെസ്സിങ് നമുക്കുണ്ടായി. 2002 മുതൽ തന്നെ
കാറ്റഗറിസ് ഈ വേദോപദേശം കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ 4 സെൻറ്റർ വരെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള വേൾഡ് യൂത്തുകളുണ്ട് 4 സ്ഥലത്ത്. ഇപ്രാവശ്യം ആണെങ്കിലും പാനമേലാണെങ്കിലും നമ്മൾ ഒരെണ്ണമാണ് പറഞ്ഞിരുന്നത്. 2 ദിവസം മുമ്പ് നമ്മളവിടെ നേരിട്ട് വിളിച്ച് ചോദിച്ചവർ വേറൊരു വലിയ സെൻറ്റർ, അത് 1500 പേരോളം വരുന്ന ഒരു വലിയ 1500ഓളം മെയിൻലി അമേരിക്കൻസും അല്ലാതെ കുറച്ച് പേര് സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്നൊരു സെൻറ്ററായിരുന്നു. അതും കൂടെ ആനിമേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. നമ്മൾ അതും ആനിമേറ്റ് ചെയ്തു. 2 സെൻറ്റർ ഇപ്രാവശ്യം നമ്മൾ ആനിമേറ്റ് ചെയ്തു. പക്ഷേ അത് മാത്രമല്ല, ഞാൻ ഷെജിൻ ഈ പറയുമ്പോൾ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ജെയ്സ് യൂത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, ഇപ്രാവശ്യം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനമുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷലോം TV ആണ്. ജെയ്സ് യൂത്ത് പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ലോകമെമ്പാടും പന്തലിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ അനേകം ആൾക്കാർക്ക് ദൈവവചനം എത്തിക്കുന്ന ഇങ്ങനൊരു ചാനലിൽ കൂടെ തന്നെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള പ്രോഗ്രാം എത്തുക എന്ന് പറയുന്നത് ദാറ്റ്സ് സംതിങ് വെരി ബ്യൂട്ടിഫുൾ. നമ്മളെല്ലാം വളരെ അഭിമാനത്തോടെയാണ് കാണുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ വലിയ ജെയ്സ് യൂത്ത് മാത്രമല്ല, കേരളത്തിൽ സഭയ്ക്കും കേരളത്തിൽ നിന്നുള്ള ഇനീഷ്യേറ്റീവ്സിന് ഇന്ന് ആഗോള സഭയിൽ വളരെ പ്രാധാന്യമുണ്ട്. വേൾഡ് യൂത്ത് ഡേയുടെ ഒരു യൂത്ത്ഫുൾ സെലിബ്രേഷൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന മ്യൂസിക്കാണ്, അല്ലെങ്കിൽ മ്യൂസിക് ബാൻഡ്സിൻ്റെ പ്രസൻസ് ആണ്. ജീസസ് യൂത്തിനും ഈ പ്രാവശ്യം 4 ബാൻഡുകളും ഉണ്ടായിരുന്നു അവിടെ. അവരെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? നമുക്ക് ഇന്ത്യയിൽ നിന്ന് 2 ബാൻഡ് ഉണ്ടായിരുന്നു. ആക്സ് ദ അപ്പോസിൽസ് കഴിഞ്ഞ വർഷവും പ്ലേ ചെയ്തതാണ്, പോളണ്ടിലും പ്ലേ ചെയ്തതാണ്. ആൻഡ് ഓക്സ് ക്രിസ്റ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദി യങ്ങസ്റ്റ് ബാൻഡുകളിലൊന്നാണ് ഇവിടെ നിന്ന് തന്നെയുള്ള. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഓക്സ് ക്രിസ്റ്റി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2 ബാൻഡുകൾ UAE നിന്നുണ്ടായിരുന്നു. മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 2 വേൾഡ് യൂത്തിലേക്കും ബ്രസീലിലും പോളണ്ടിലും അവർ 2ഇടത്തും പ്ലേ ചെയ്തിട്ടുണ്ട്. അവർ കഴിഞ്ഞ കൊല്ലം പോളണ്ടിൽ മെയിൻ സ്റ്റേജിൽ മാർപ്പാപ്പയുടെ സ്റ്റേജിൽ ഹോളി മാസിന് മുമ്പായിട്ട് സൺഡേ പേപ്പൽ മാസിന് തൊട്ടുമുമ്പ് അവർ പ്ലേ ചെയ്തിരുന്നതാണ്. ഇൻസൈഡ് ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടീനേജേഴ്സ് ബാൻഡായിട്ട് തുടങ്ങി വന്ന ബാൻഡാണ്. അവരും കഴിഞ്ഞ 2 വേൾഡ് യൂത്തിലേക്ക് പെർഫോം ചെയ്തിരുന്നു. അപ്പം നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. നമുക്ക് വളരെ പ്രോമിനൻ്റ് ഒരു പ്ലേസ് ഉണ്ട് മ്യൂസിക്കിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താനും കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടും. സാധാരണ ഒരു വേൾഡ് യൂത്ത് ഡേക്ക് എനിക്ക് തോന്നുന്നു ഒരു 70-80 ബാൻഡുകൾ പെർഫോം ചെയ്യും എല്ലാ വേൾഡ് യൂത്ത് ഡേക്കും. പക്ഷേ ഈ പേപ്പൽ സ്റ്റേജിൽ മാർപ്പാപ്പ വരുന്ന സ്റ്റേജിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട, അവിടെയാണ് എല്ലാവരും ഒന്നിച്ച് വരുന്നത്. മിക്കവാറും കുറേ ലക്ഷങ്ങൾ ഒന്നിച്ച് വരുന്ന ആളുകളാണ്. ഇപ്പം പേപ്പൽ മാസ് ആയിരിക്കാം, അല്ലെങ്കിൽ പേപ്പൽ വെൽക്കം സെറമണി ആണെങ്കിലും 7-8 ലക്ഷം ആൾക്കാരുണ്ടാവും. പേപ്പൽ മാസ് ആണ് 15-20 ലക്ഷം, അങ്ങനത്തെ നമ്പറിലാണ് വരുന്നത് എപ്പോഴും. അവിടെ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് വലിയ അനുഗ്രഹം ഉണ്ടായെന്നുള്ളതാണ്. നമ്മുടെ ബാൻഡുകൾ എപ്പോഴും അവിടെ ഒരു വെച്ചാൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബാൻഡുകൾ അതിലേക്ക് കയറുള്ളൂ. അതിന് 4-5 ബാൻഡിൽ കൂടുതൽ ഒരിക്കലും അവിടെ പെർഫോം ചെയ്യത്തില്ല. റെക്സ് ബാൻഡിന് ആദ്യത്തെ ഒരെണ്ണം കഴിഞ്ഞ മുതൽ അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടായി. നമ്മുടെ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ വർഷം മുതൽ, കഴിഞ്ഞ വേൾഡ് യൂത്ത് ഡേ മുതൽ 2 വേൾഡ് യൂത്ത് ഡേയും നമുക്ക് പോളണ്ടിലും ഇപ്രാവശ്യവും ഇവിടെയും പാനമയിലും മാസ്റ്റർ പ്ലാൻ പെർഫോം ചെയ്തു. ആൻഡ് ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ തന്നെ ബാൻഡായിട്ടുള്ള ആക്സ് ദ അപ്പോസിൽസ് ഡൽഹിയിൽ നിന്നുള്ള അവരും ഈ പ്രാവശ്യം പോപ്പിൻ്റെ വെൽക്കം സെറമണിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം അവരാണ് ചെയ്തത്. ഇപ്പോൾ വരുന്നത് തൊട്ട് മുമ്പുള്ള സ്ലോട്ടായിരുന്നു അവർ ചെയ്തത്. വളരെ ഏറ്റവും പ്രസ്റ്റീജിയസ് സ്ലോട്ടുകളിലൊന്നാണ് അവർക്ക് കിട്ടുകയും ചെയ്തത്. ഏറ്റവും അഭിമാനമുള്ള സമയമായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അതിനകത്ത് കുറച്ച് പേരായിരിക്കും ഇത് വേൾഡ് യൂത്ത് ഡേ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഒരുപാട് പേരിലേക്കും ഇനിയും വേൾഡ് യൂത്ത് ഡേ റീച്ച് ഔട്ട് ചെയ്യാനുണ്ട്. ശരിക്കും അവരോട് ചേട്ടൻ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? പ്രത്യേകിച്ച് അടുത്തത് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു അവസരമാണ്. കാരണം ലിസ്ബണിൽ വെച്ച് നടക്കുന്നത് ഫാത്തിമയ്ക്ക് തൊട്ടടുത്ത്. അപ്പം സഭയുടെയും പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രാജ്യം വെച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഫാത്തിമ. 1.5 മണിക്കൂർ യാത്രയുള്ള അവിടുന്ന്. അപ്പം എനിക്കറിയാം കേരളത്തിലെ സാഹചര്യത്തിൽ അല്ലെ നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ അത്രയും പൈസ റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉടനൊന്നും എളുപ്പമുള്ളതല്ല. പക്ഷേ 3 വർഷ സമയമുണ്ട് നമുക്ക്. ആ സമയം കൊണ്ട് കുറച്ച് 2022 നടക്കുന്നത്. അത് ജൂലൈ ഓഗസ്റ്റ് സമയത്തായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
കുറേശ്ശെ പൈസ സേവ് ചെയ്യാൻ പറ്റുകയോ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തോടു കൂടി ശ്രമിച്ചു തുടങ്ങിയാൽ, എനിക്കറിയാം ആദ്യകാലം പലപ്പോഴും വന്നിട്ടുള്ള ആൾക്കാർ സ്ഥലം എന്താ പറയുക ലീസിനെടുത്തിട്ട് കൃഷി ചെയ്ത് അങ്ങനെ 2 വർഷം കൃഷി ചെയ്ത് അതുകൊണ്ട് കിട്ടിയ പൈസ കൊണ്ട് വന്ന ആളുകളും ഒക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ധനികരല്ല വേൾഡ് യൂത്തിലേക്ക് വരുന്നത്, സാധാരണ ആളുകളാണ്. പക്ഷേ അതൊരു കുറച്ച് നാളുകളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരിക്കലും മറക്കാനാവാത്ത, മറ്റൊന്നിനും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ശക്തമായിട്ടുള്ള ദൈവാനുഭവത്തിൻ്റെയും അതോടൊപ്പം തന്നെ സഭയുടെ സമ്പന്നതയുടെയും നിറവിൻ്റെയും പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന സഭ, ആ ഒരു റിച്ച്നെസ് അങ്ങനെ തന്നെ നമ്മൾ കാണാൻ പോകുന്നൊരു സഭയായിരിക്കും. അത് ഏറ്റവും മനോഹരമെന്നായിരിക്കും. അത് കുറച്ച് പേർക്കെങ്കിലും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോജേട്ടാ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ ടൈം വിത്ത് യു. കാരണം വേൾഡ് യൂത്തിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് ഇത്രയും ഒത്തൻറ്റിക്കായിട്ട് പറയാൻ ഏറ്റവും ആപ്റ്റായിട്ട് ഒരു വ്യക്തിയായിരുന്നു മനോജേട്ടൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ചേട്ടൻ്റെ എല്ലാ യൂത്ത് ആനിമേഷൻ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ ശക്തി ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഷെജിൻ. ഗോഡ് ബ്ലെസ് യു ടു.